السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. عليكم السلام ورحمة الحمد الله. لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനരായ റഷീദ് കൊടിയൂരടക്കം ജാഫർ ദാരിമി അടക്കമുള്ള ട്രെൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക സുഹൃത്തുക്കളെ, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ ട്രെൻഡ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ ക്യാമ്പ്. അത് തീർച്ചയായും നമ്മുടെയൊക്കെ യുവാക്കളിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അത് സഹായകമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ട്രെൻഡ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി നിലക്ക് ഒരുപാട് ആത്മസംതൃപ്തി ലഭിച്ച അവസരമായിരുന്നു ട്രെൻഡിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കുണ്ടായത്. കാരണം നിശബ്ദമായ വിപ്ലവം ഒരുപാട് യുവാക്കൾക്ക് അവസരവും ഒരുപാട് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയിക്കാൻ അവർക്ക് കോച്ചിങ് നൽകുകയും അവരൊക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനൊക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന PSC പോലുള്ള LD ക്ലർക്ക് പോലുള്ള പരീക്ഷകൾ, അതുപോലെ സിവിൽ സർവീസ് രംഗത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും 100-ലധികം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങുകൾ, ക്യാമ്പയിനുകൾ, വർക്ക്ഷോപ്പുകൾ ഇതൊക്കെ നടത്തി അതിൽ റിസൾട്ട് കണ്ടെത്താനും സാധിച്ചു എന്നുള്ളതാണ്. ട്രെൻഡിൽ ചേർന്നവർക്കൊക്കെ അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ വിജയവും സംതൃപ്തിയും നമുക്കുണ്ട്. ഇന്ന് ഇവിടെ കോഴിക്കോട് ജില്ല നടത്തുന്ന ഈ ഒരു സംരംഭം എന്തുകൊണ്ടും ഒരു ഉദ്യോഗാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന 6 മാസത്തെ ക്യാമ്പയിൻ, ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഈ ഒരു സംരംഭം എന്തുകൊണ്ടും ഒരു വലിയ വിപ്ലവം തന്നെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സംവരണം പോലുള്ള വിഷയങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കോമ്പറ്റൻസിയിൽ നമുക്ക് നമ്മുടെ അവസരങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സംവരണങ്ങൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ ആശങ്കയും അതൊക്കെ എത്ര കാലം നിലനിൽക്കും എന്നൊക്കെ ഉള്ള ആശങ്ക നിലനിൽക്കുകയാണ്. അവിടെയാണ് ഇന്ന് നമ്മൾ നമ്മുടേതായ ഒരു അറ്റംപ്റ്റിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കേണ്ട ഒരു വലിയ സാഹചര്യം ഇവിടെയുണ്ട്. APJ കലാം, അദ്ദേഹം ലോകത്തറിയപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം മുസ്ലിം നാമധാരിയായിക്കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. അസറുദ്ദീൻ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അദ്ദേഹം ഒന്നും സംവരണത്തിലൂടെ മറ്റും എത്തിയതല്ല. അപ്പോൾ അവിടെ ശരിയായ രീതിയിൽ നമുക്ക് കോമ്പറ്റീറ്റീവായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അവിടെയാണ് ഇന്ന് ഇവിടെ ഒരു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ ഇവിടെ തുടക്കം കുറിക്കുന്നത്. കരിയർ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഈ കരിയറിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെയൊരു സങ്കല്പം പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. പിന്നീട് ഞങ്ങളൊക്കെ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കരിയർ രംഗത്തൊക്കെ ഒരുപാട് ആളുകളെ, കുട്ടികൾക്ക് കൂടുതൽ ഗൈഡൻസ് നൽകാനും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ അവരുടേതായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമുണ്ടായി എന്നുള്ളതും ഇത്തരം കരിയറിലൂടെ നമുക്ക് കരിയർ ഗൈഡൻസിലൂടെ കൊടുക്കാൻ സാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു കരിയർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായും എത്രത്തോളം അവസരങ്ങളാണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒന്നാണ്. ഇന്ന് കാലങ്ങൾ മാറി, ഇന്ന് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടം. അപ്പൊ അവിടെ നമ്മൾ ഒരു കൺവെൻഷനലായിക്കൊണ്ട് സാധാരണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ
ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുക, നമ്മൾ അപ്ഡേറ്റ് ആവുക, നമ്മൾ ഇന്നോവേറ്റീവ് ആവുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ടു ബി ഡിഫറെന്റ്. കാരണം ഒരുപാട് നമുക്കൊക്കെ അറിയാം, ഓരോ കാലഘട്ടത്തിലും ഇവിടെ ഓരോ മനുഷ്യരും അവരുടെ മനുഷ്യ വിഭവങ്ങൾ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളത് അവർക്കൊക്കെ ഒരു മാതൃകയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് കാലങ്ങൾ നീണ്ടു നിന്ന ഒരു മാതൃകയായിരുന്നു. ഇപ്പൊ പണ്ട് അധ്യാപകരായിട്ടുള്ള ആളുകൾ, കർഷകരായിട്ടുള്ള ആളുകൾ അവരുടെ മക്കൾ പഠിച്ച് അധ്യാപകരായി, അധ്യാപകരുടെ മക്കൾ പഠിച്ച് പിന്നീട് പ്രൊഫഷൻ മേഖലയിൽ എഞ്ചിനീയറിംഗും മെഡിസിനുമായി മാറി. അവരുടെ മക്കൾ ഒന്നുകൂടി അഡ്വാൻസ് ആയിക്കൊണ്ട് സയന്റിസ്റ്റ് മേഖലകളിലും മറ്റ് IT രംഗത്തും അതുപോലെ UPSC രംഗത്തൊക്കെ അവരവരുടേതായ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നീറ്റ് എക്സാം ഒക്കെ നടന്നപ്പോഴൊക്കെ ഇന്ത്യയിൽ 1ാം സ്ഥാനം അഫ്താബിന് കിട്ടി. കേരളത്തിൽ ഉയർന്ന മാർക്കോട് കൂടി നമ്മുടെ ആയിഷ എന്ന സഹോദരിക്ക് കിട്ടി. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഇൻപുട്സ്, അത് ഒരു ഗൈഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ, നമ്മുടെ ഈ ഒരു ട്രെൻഡ് പോലുള്ള സംഘടനകൾ അതിലൊരു വലിയ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, ആ രീതിയിലൊക്കെ നമുക്ക് നമുക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ യുവാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാനും അതിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ പുതുതായി തുടക്കം കുറിച്ചിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്കറിയാം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇപ്പൊ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് ഒരു പാരഡൈം ഷിഫ്റ്റ് ഇവിടെ വന്നു. അപ്പൊ അവിടെ പുതുതായി വന്ന ഒരു ന്യൂജൻ മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റ് റിയാലിറ്റി. ഇതൊക്കെ ഈ ടെക്നിക്കൽ മേഖല, എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖലയിൽ സാധ്യമാവുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ അപ്പൊ അവിടെയാണ് നിർമ്മിത ബുദ്ധി ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യബുദ്ധി അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നമുക്ക് ഇടപെടാൻ സാധിക്കേണ്ട ഒരു വലിയ കടമ മനുഷ്യനിലുണ്ട്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാത് കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഇടപെടൽ അതൊരു മനുഷ്യന്റെ നാഗരികതക്ക്, മനുഷ്യന്റെ സംസ്കാരങ്ങൾക്ക് ഇവിടെ കാരണമായത് അവന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ആശയങ്ങളും വിജ്ഞാനത്തോടുള്ള അവന്റെ അതീവ താല്പര്യവും ചിന്തയും ഒക്കെയാണ്. ഇപ്പൊ മനുഷ്യ ജീവിതം എങ്ങനെ സുഗമമാക്കാം എന്നതിൽ നിന്നാണ് ശാസ്ത്രീയപരമായ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു ഭാഗത്ത് ശാസ്ത്രീയപരമായ രംഗത്ത് നമ്മൾ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ജലിച്ചു നിൽക്കേണ്ടത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത്. ഇപ്പോഴും നമ്മൾ ഒരു ഡോക്ടർ, എഞ്ചിനീയർ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് മാറി ചിന്തിക്കേണ്ട, ഇപ്പോൾ നമുക്കറിയാം മലപ്പുറത്തെ ഒരു പെൺകുട്ടി ഒരു നീലനക്ഷത്രത്തെക്കുറിച്ച് പഠനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് കുട്ടികളുടെ സ്വപ്നം വഴിതിരിച്ചു വിടാനുള്ള ഒരു സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഒരു വലിയ ഈ ഒരു മേഖലയിൽ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു വലിയ ഈ ട്രെൻഡ് പോലുള്ള കരിയർ ക്യാമ്പ് നടത്തുമ്പോൾ അവരിൽ അത്തരത്തിലുള്ള സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ സ്പാർക്കാണ് ഒരു പക്ഷേ മനുഷ്യന്റെ മനസ്സിൽ പലതും അവനെ കുടിയിരുത്തുകയും അവനെ സ്വപ്നം കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ ഒരു വലിയ വിപ്ലവം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹുവിന്റെ ഖലീഫകളായി ഓരോ മനുഷ്യരും ഇവിടെ നിയോഗിക്കപ്പെടുമ്പോൾ അവരുടേതായ ദൗത്യങ്ങൾ ഇവിടെ ഏറ്റെടുക്കാനും അത് നടപ്പിൽ വരുത്താനും മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ
മനുഷ്യനെ പ്രാപ്തരാക്കുക എന്നുള്ളത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. ആ സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ് ഇവിടെ ട്രെൻഡ് നടത്തി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഇപ്പം മുൻകാലങ്ങൾ വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ ഇന്ന് നിലവിലുള്ള കോഴ്സുകളെ കുറിച്ചും ഇന്ന് നിലവിലുള്ള കരിയറിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും അവിടെയൊക്കെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഈ കേരളത്തിൽ നിന്നും എത്രയോ വിദ്യാർത്ഥികൾ പല കോഴ്സുകളിലായിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു. പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ചൈനയിലെ ഒരുപാട് കുട്ടികൾ മെഡിസിൻ പഠിക്കുന്നു. മാത്രമല്ല യൂറോപ്പിലും മറ്റ് അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം സ്കോളർഷിപ്പോട് കൂടി യൂറോപ്പിലൊക്കെ പോയി പഠിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തിങ്ക് ബിഗ്, നമ്മൾ ചെറുതായി അല്ല ഒരു വലിയ രീതിയിൽ അവരെ ചിന്തിപ്പിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കരിയർ മാറേണ്ടത് എന്നുള്ളതാണ്. അവിടെയാണ് ട്രെൻഡ് ഇത്തരത്തിലുള്ള ഒരു ബെഞ്ച് മാർക്ക് ആയിക്കൊണ്ട് നമ്മൾക്ക് ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിനുള്ള തുടക്കമായി ഈ ഒരു ചടങ്ങ് കോഴിക്കോട് ജില്ല SKSF-ന്റെ കീഴിൽ നടത്തുന്ന ട്രെൻഡിന്റെ കീഴിൽ നടത്തുന്ന ഈ ഒരു കരിയർ ക്യാമ്പ്, ഒരു 6 മാസം നിൽക്കുന്ന കരിയർ ക്യാമ്പ് ആ രീതിയിൽ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ നല്ല ഈ ബഷറുകൾ തുടങ്ങിയ ഈ സംരംഭം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഈ ഒരു സംരംഭത്തിലൂടെ ഒരുപാട് ആളുകൾ ഏറ്റവും നല്ല ശോഭനമായ ഭാവി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം മോദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.